മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളേ മിന്നലായി കൈ നീട്ടും നിന്റെ തോഴികൾ താരകളായി താരിലും മിഴി നീട്ടും മുകിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ മധുരവുമായി തേടി വന്നു മുകിലമ്മ ഏഴുവർണ്ണം നീർത്തിയാടി മൗരിവില്ലിൻ വാത്സല്യം മുകിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ നെഞ്ചിൽ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളേ
ദേവാങ്കി, പാട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. പക്ഷേ വോയിസ്, ശബ്ദം ഒരു രക്ഷയില്ല. നമുക്കിനി ചോദിക്കാം ജഡ്ജസിനോട്, പാട്ട് എങ്ങനെ ഉണ്ടായി ചോദിക്കാം. ഹരിച്ചേട്ടാ. ദേവാങ്കി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മോളെ ഇത് പാട്ടിലൊരു ഇറ്റ്സ് എ ടഫ് സോങ്, ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ഇതിന് ഫീൽ, സംഗതീസ്, ഇതിൻ്റെ സ്കെയിൽ, അല്ലെങ്കിൽ മീൻ ഈ ഷിഫ്റ്റ് ഒരുപാടുണ്ട്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നൊരു പാട്ടാണ്. എനിക്ക് ആദ്യം തോന്നിയത് മോൾക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ഇത് പാടായിരുന്നു. അതെന്ത് പറ്റി അങ്ങനെ? ഇപ്പം മോൾ സാധാരണ പാടുന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് പാടാറുണ്ട്. ഈ ഒരു സോങ്ങിന് വേണ്ടി ഒരുപാട് മോൾ ഒതുക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റെക്കോർഡിങ്ങും ലൈവും രണ്ടും രണ്ട് ശാഖയാണ് അല്ലേ. അപ്പം നമ്മൾ രണ്ടും ഒരുപോലെ പാടിക്കഴിഞ്ഞാൽ ഇമ്പാക്റ്റ്, ഇപ്പം മോളിപ്പോൾ പാടിയ സിംഗിങ് മേ ബി റെക്കോർഡിങ്ങിന് ആപ്റ്റായിരിക്കും. പക്ഷെ ലൈവിൽ പാടുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിന് കേൾക്കാനും കണക്ട് ആവണമെങ്കിലും കുറച്ചുകൂടി ലൗഡ് ആവണം. ഇതിൽ എന്താ പറയാ, നിന്നെ കാണാൻ അതൊന്ന് പാടാവോ? അങ്ങനെ പാടിയാ മതി. നമ്മൾ അങ്ങനെ പാടാം. പക്ഷെ മണ്ണിൽ വീണ മലയാളമല്ലേ, മലയാളമായിട്ട് തന്നെ വീണെന്നല്ല കേക്കണം കേട്ടോ മോളെ, വേണമെന്നാ കേക്കണേ. വേണം നിനക്ക് തമിഴില് വേണ അപ്പടിന്നാ വേണ്ട. ഇപ്പം ഹരി പറയുന്ന കറക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാം മോള് ഓപ്പൺ ആയിട്ട് പാടും കേട്ടോ. മണ്ണിൽ നമുക്ക് ഫീൽ കൊടുക്കാം, ബട്ട് ആ വാക്കിന്റെ അർത്ഥം മാറും. അല്ലെങ്കിൽ പാടിക്കേ. മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നെക്സ്റ്റ് ലൈൻ. നിന്നെ കാണാ നെഞ്ചിൽ ചേർക്കാ. ഇപ്പൊ പിന്നെയും ബെറ്റർ ആയിട്ട് പാടി. നേരത്തെ പാടിയപ്പോഴത്തേക്ക് ആ നോട്ട് എത്തുന്നില്ലായിരുന്നു. നെഞ്ചിൽ ചേർക്കാ, അങ്ങനല്ലേ? നെഞ്ചിൽ ചേർക്കാ എത്തുന്നില്ല. ചേർക്കാ, നെഞ്ചിൽ ചേർക്കാ. ഇപ്പോഴും ഒരു ചേട്ടാ സ്കെയിലും തന്നെ നന്നായിട്ട് ഇല്ലയോ. അതിന് മുമ്പത്തെ ലൈൻ തൊട്ട് പാടി വന്നോ, എന്നാലേ എനിക്കും പാടാൻ പറ്റൂ. നിന്നെ കാണാ നെഞ്ചിൽ ചേർക്കാ. ആ നോട്ട്സ് ഒക്കെ നെഞ്ചിൽ ചേർക്കാ, അതൊന്നും ക്ലിയർ ആയിരുന്നില്ല. നെഞ്ചിൽ ചേർക്കാ. അല്ല, അതൊക്കെ വേറെ മോളെ, നോട്ട്സ് ഒക്കെ വേറെ. ഇതാണ് നൊട്ടേഷൻ. അത് റിയ മോള് പാടുന്നത്. അപ്പം മോളത് അത് മനസ്സിലായിട്ടില്ല മോൾക്ക് ഇപ്പോഴും. ആ നൊട്ടേഷൻസ്, ആ നോട്ട്സ് ആണ് കറക്റ്റ്. അത് ആ കറക്റ്റ് നോട്ട്സ് ഹിറ്റ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഡിക്ഷൻ പ്രശ്നങ്ങളുണ്ട്. നിന്റെ കവിളിലൊരു, അതൊന്ന് പാടാവോ? നിന്റെ കവിളിലൊരു ഉമ്മ തരാൻ. നിന്റെ കവിളിലൊരു ഉമ്മ തരാൻ. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. നേരത്തെ ഇതൊക്കെ ഒരു ഉഴപ്പി ഇങ്ങനെ പോവായിരുന്നു. പിന്നെ മാറിൽ വിങ്ങും മധുരവുമായി, അതുകൂടി ഒന്ന് പാടിക്കേ. മാറിൽ വിങ്ങും കറക്റ്റ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഡിക്ഷൻ ഇതില് പ്ലാൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് മനസ്സിലാക്കി പാടിയില്ലെങ്കിൽ നമുക്കും മനസ്സിലാവില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല കേട്ടോ മോളെ. അപ്പൊ അത് നൊട്ടേഷൻസ്. മോള് കർണാട്ടിക് പഠിക്കുന്നുണ്ടോ, ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ടോ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, കീപ് ലേണിംഗ്. തുടങ്ങിയതെങ്കിൽ നല്ല കാര്യം. ഇത്ര നാൾ തുടങ്ങാതിരുന്നത് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പഠിക്കുക. ഇത് പഠിച്ച് നമ്മളിത് നൊട്ടേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്കിത് ഇത് നോട്ടാണിതെന്ന് മനസ്സിലാവും കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. എന്നാലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനിപ്പോൾ നമ്മൾ ടഫായി പോവാ കോമ്പറ്റീഷൻ അല്ലേ. സോ അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക എന്താണ് നല്ല തന്നെയാ. ദേവാങ്കി, ഒന്ന് എനിക്ക് മോള് പാടിയ മിക്ക ഭാഗങ്ങളും മനസ്സിലായില്ല. ഫീല് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ അവിടെ ഇവിടെയൊക്കെ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വാക്കുകളൊന്നും മനസ്സിലായില്ല മോളെ. എനിക്കൊന്ന് ആ പഠിച്ച രീതി ഭയങ്കരമായിട്ട് ഒതുക്കി
ഒതുക്കിയ ശബ്ദം കൊണ്ട് നമ്മൾ ഹൈ പോയി കഴിഞ്ഞാൽ അത് ഉള്ളതിലും കൂടി കുളമാവും. നമ്മളിപ്പോൾ ഇതുപോലെ ദേവാംഗിയെ കൊണ്ടുപോയി ഇതേ പാട്ട് ഇപ്പൊ പാടി അതേ രീതിയിൽ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു കണ്ടൻസർ മൈക്കും തന്നിട്ട് പാടിപ്പിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പാടുന്നത് നമുക്ക് മനസ്സിലാവണം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇടാം, കംപ്രസർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വോക്കൽ ആ പിടിച്ചു വെച്ച് പാടുന്ന സംഭവം ആളുകളിലേക്ക് കൃത്യമായിട്ട് ആ ഫീൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അതിനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവണ്ടേ ദേവാംഗി എന്താ പാടുന്നതെന്ന്. പല ഭാഗങ്ങളും എന്താ പാടുന്നത്, ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് പാടുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കാരണം പല ഭാഗങ്ങളും ഇതേ കേൾക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റണം. വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം പാടാൻ. ബാക്കി ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ദേവാക്കിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വോയിസ്, നല്ല വോയിസാണ് ദേവാക്കി. ഇപ്പം ഓപ്പൺ ആയിട്ട് പാടിയപ്പോൾ എന്ത് രസമാണ് കേൾക്കാൻ. അതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി അപ്പോൾ ദേവാംഗി മോളെ, ഞാൻ ആദ്യം എഴുതി വെച്ചൊരു കാര്യം, മോളെന്താ കടിച്ചു പിടിച്ച് പാടുകയാണോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ഷാനോടും ചോദിച്ചു, ഇനിയിപ്പം ഈ പാട്ടിന് വേണ്ടി ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടി ഇനിയിപ്പം ഒരു കടിച്ച് മുകളിൻ മകളെ, എനിക്ക് കേട്ടത് അങ്ങനെയാ, പൊഴിയും കനവേ, ഇങ്ങനെ മുകിലിൻ മകളെ, അതൊക്കെ പൊഴിയും കനവേ. അത് ജസ്റ്റ് ഒരു സാധാരണ രീതിയിൽ പാടിയാലും എല്ലാ സിംഗേഴ്സിനും അവരവരുടേതായ ത്രോട്ടുണ്ട്, അവരവരുടേതായ ടോണുണ്ട്, അവരവരുടേതായ റേഞ്ചുണ്ട്, സിംഗിങ് സ്റ്റൈലുണ്ട്. നമുക്കൊരാളെയും നമുക്ക് വന്ന് ഒരു പരിധിയിൽ കൂടുതൽ അതിന് കോപ്പി അടിക്കാൻ അതിൽ കൂടുതൽ നമ്മൾ അതിനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ വിചാരിച്ചു മഞ്ചരി അതിനകത്ത് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. മഞ്ചരി കൊടുക്കുന്ന ആ ഒരു ഫീൽ അതേപോലെ മോള് കൊണ്ടുവരാൻ ശ്രമിച്ചതാണോ എന്ന് തോന്നിയപ്പം മോളുടെ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് കുറച്ച് കടിച്ചു പിടിച്ചാണെന്ന് കേട്ടു. ഞാനൊരു കാര്യം പറയാം, ചില ഒരു പാട്ടുകൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചിലർ പാടുന്നതിനേക്കാളും ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ വരുത്തി ചിലർ പാടുന്നതിന് ഭയങ്കര ജീവൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആക്കണം എന്ന് വിചാരിച്ച് അതേപോലെ മോളത് അതിനെ ഫോളോ ചെയ്യണ്ട എന്നെനിക്കൊരു അഭിപ്രായമാണ് കേട്ടോ മോളെ. നമ്മളിതിനകത്ത് അഭിപ്രായങ്ങൾ പറയാമല്ലോ. പിന്നെ എനിക്ക് തോന്നി ചില താഴെ രജിസ്റ്റർ എല്ലാം ക്ലിയർ ആവുന്നില്ല. പിച്ച് ഒറിജിനൽ പിച്ചാണോ? അല്ല, കുറച്ചോ? അതെന്തിനാ മോളെ? എനിക്ക് തോന്നുന്നു മോൾക്ക് ഒറിജിനൽ പിച്ചിൽ പാടാൻ പറ്റും തോന്നുന്നു. ആണോ? എത്ര സ്കെയിൽ കുറച്ചു? ഒരു സ്കെയിൽ അതിൽ ഒന്ന് ഒറിജിനലിൽ ഒന്ന് പാടാമോ മോളെ? രണ്ട് ലൈൻ. ഒന്നും കീഴേ നമുക്ക് മനസ്സിലാവുന്നില്ല, രജിസ്റ്റർ ആകുന്നില്ല. പാടിക്കേ. മുകിലിൻ മകളെ, പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ എത്തും. അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മോന്റെ മൈൻഡ് ബ്ലോക്ക് ആണ്. മോന് പാടാൻ പറ്റും. അത് അവിടെ എത്തിയിട്ട് നിർത്തിയില്ലേ? പറ്റില്ല മൈൻഡിൽ സെറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ട് അങ്ങ് നിർത്തണേ. എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികളൊക്കെ കുറച്ച് പിച്ച് കുറയ്ക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. മൈൻഡ് ബ്ലോക്ക് ആണ് ഇത് എല്ലാവർക്കും. മോന് നല്ല സൗണ്ട് ഉണ്ട്, നല്ല ടോൺ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഭാവമുണ്ട്, എല്ലാം ഉണ്ട് മക്കൾക്ക്. അപ്പൊ ഇനി തൊട്ട് ആ മൈൻഡ് ബ്ലോക്ക് ഒന്ന് മാറിയിട്ട് ഇതൊന്ന് കേട്ടോ, ഇങ്ങനെയൊന്ന് ഒറിജിനൽ പിച്ചിൽ തന്നെ പാടി നോക്കൂ. ഇത് അത്ര ആ ഒരു ലൈനല്ലേ ഉള്ളൂ. മോളിനി അടുത്ത തൊട്ട് അങ്ങനെ ചെയ്യൂ കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാനിക്ക. ദേവാംഗി 8.5. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ചേച്ചി ഈസി ആയിട്ട് 9.5 കിട്ടേണ്ട ഒരു പാട്ടാണിത്. ശരി, മോളുടെ തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ സത്യം അങ്ങനെ വിചാരിച്ചു. 8.5 ഉള്ളൂ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ. ഓക്കെ, 8.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി മാർക്ക് വാങ്ങരുത്. ഇല്ല. ഉറപ്പല്ലേ? ഓക്കെ.